മറ്റേതെങ്കിലും ഫംഗിസൈഡ് ആണെന്നുണ്ടെങ്കിൽ ആ രൂപത്തിൽ നമുക്ക് തേച്ച് കൊടുക്കണം കേട്ടോ. കാരണം അത് തേച്ച് കൊടുത്തിട്ട് മാത്രമേ നമ്മൾ ആ കൃഷിയിടത്തു നിന്ന് പുറത്തേക്ക് വരാൻ വേണ്ടി പാടുള്ളൂ. ഇതിന്റെ വേരുകൾ മാത്രം പുറത്ത് കണ്ടാൽ മാത്രം മതി. ഇനി ഫുള്ളായിട്ട് ശ്രദ്ധിച്ചിട്ടാണ് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് തന്നെ ആ മണ്ണ് റിമൂവ് ചെയ്തിട്ടും നമുക്ക് മാറ്റി നടാൻ പറ്റുന്നതാണ് കേട്ടോ. ഹായ്, നമസ്കാരം. ഫാസിലാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് എന്താ വെച്ചാൽ, നമ്മൾ വീട്ടിൽ ഫ്രൂട്ട്സ് പ്ലാന്റ് കൃഷി ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത 2-3 കാര്യങ്ങളെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മളൊക്കെ വീട്ടിൽ ഫ്രൂട്ട്സ് പ്ലാന്റിന്റെ കൃഷി നമ്മൾ ആശിച്ചിട്ടാണ് നല്ല പൈസ കൊടുത്തിട്ടൊക്കെ നമ്മൾ വീട്ടിൽ വാങ്ങി വെക്കുക. പക്ഷെ നമ്മൾ നിസ്സാരമായിട്ട് നമ്മളൊരു ശ്രദ്ധക്കുറവ് മൂലം ആ ചെടികൾ കരിഞ്ഞു പോവാറുണ്ട്. പക്ഷെ നമ്മൾ നട്ട് ഒരു 2-3 ആഴ്ച കഴിയുമ്പോൾ തന്നെ ചെടികൾ ഉണങ്ങിപ്പോവുക, കമ്പുകൾ ഉണങ്ങി പോവുക, ചിലപ്പോൾ മുരടിച്ചിട്ട് തന്നെ നിൽക്കും. അത് നമ്മൾ പ്ലാന്റ് നട്ട് കഴിഞ്ഞാൽ കുറച്ച് കാലം ഒരു മാസം 1.5 മാസം വരെ ചെടി അതേ നിൽപ്പ് തന്നെ നിൽക്കും. പുതിയ ശിഖരങ്ങളൊന്നും വരില്ല. പിന്നെ ചിലപ്പോൾ ഒന്ന് ശിഖരങ്ങൾ വന്നു തുടങ്ങും, ചെറിയ തളിരലകൾ വന്നു തുടങ്ങിയിട്ട് വീണ്ടും ഒറ്റയടിക്ക് കരിഞ്ഞു പോകും, ഉണങ്ങി പോകുന്നൊക്കെ നമ്മൾ കാണാറുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്സാരമാക്കി കാണുന്ന 2-3 കാര്യങ്ങളെ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു തൈ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് മാറ്റി നട്ട് ഒരു മാസമൊക്കെ കഴിയുന്ന ടൈമിൽ നമ്മൾ അതൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കും. കാരണം നമ്മൾ ആശിച്ച ഒരു ഷേപ്പിലേക്കൊക്കെ വരാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മാവുകളൊക്കെയാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുക. കാരണം ഒരു ലെവലിൽ, കാരണം നമ്മൾ വാങ്ങുന്ന തൈകൾ ഇപ്പോൾ വിദേശ ഇനം തൈകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുത്തനെ ഒരു 4 അടിൻ്റെ അല്ലെങ്കിൽ 3 അടിൻ്റെ ഹൈറ്റിലൊക്കെ ആയിരിക്കും തൈകൾ ഉണ്ടാവുക. അപ്പൊ അങ്ങനെ വരുന്ന തൈകൾ നമ്മൾ എന്താ ചെയ്യുക, ആദ്യഘട്ടത്തിൽ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കും. എന്നിട്ട് അതിനുശേഷം നമ്മളൊരു ആശിച്ചൊരു ഷേപ്പിലേക്ക്, ഒരു ബുഷായിട്ടുള്ള ഒരു ഷേപ്പിലേക്ക് ചെടീനെ എത്തിക്കുകയാണ് നമ്മൾ ചെയ്യുക. അപ്പൊ ഈ പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ചിലര് ഇതേപോലത്തെ ബോഡോംസ്, വെച്ചാൽ എന്തെങ്കിലും ഒരു ഫംഗിസൈഡ് നമ്മളിവിടെ തേച്ച് കൊടുക്കണം. അപ്പൊ അധികം ആൾക്കാരും ഇത് തേച്ച് കൊടുക്കാറില്ല. ചിലരിപ്പോ എന്നോട് തന്നെ സംശയം ചോദിക്കുന്ന പലരും പറയുന്നുണ്ട്, അങ്ങനെ ചെയ്യണമായിരുന്നോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഇത് തേച്ച് കൊടുത്തിട്ടില്ലെങ്കിലുള്ള ദോഷങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞാൽ, ഇതിലൂടെ ഒന്നെങ്കിൽ വെള്ളം ഇറങ്ങിയിട്ട് ഫംഗൽ ഡിസിഷൻ വരും. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ കമ്പുകൾ ഉണങ്ങി പോകാൻ വേണ്ടി ചാൻസ് കൂടുതലാണ്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ബാക്ടീരിയകളൊക്കെ വന്നിട്ടും കമ്പുകൾ ഉണങ്ങിപ്പോകാൻ, പുതിയ ശീലങ്ങൾ വരൂല. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഒരു പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ നട്ടിട്ടുള്ള ഒരു നാംഡോക്കിന്റെ പ്ലാന്റ് ആണ് കേട്ടോ. അപ്പൊ ഇതിന്റെ മുന്നേ ഞാൻ ഇത് പ്രൂൺ ചെയ്തപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഞാൻ തേച്ച് കൊടുത്തിരുന്നു, സാഫ് ഞാൻ തേച്ച് കൊടുത്തിരുന്നു. പിന്നീട് ഇപ്പോൾ ഒരു മാസം മുന്നേ ഞാൻ പ്രൂൺ ചെയ്തിരുന്നു. ആ പ്രൂൺ ചെയ്തപ്പോൾ ഞാനൊന്നും തേച്ച് കൊടുത്തില്ല. കാരണം ഞാൻ കുറച്ച് തിരക്കിലായതുകൊണ്ട് ഞാൻ തേച്ച് കൊടുത്ത് എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ തേച്ച് കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഇത് ഒരു മാസത്തിന്റെ മേലെ പുതിയ ശീലങ്ങൾ വന്നിട്ടില്ല. പക്ഷെ ഇത് കമ്പ് ഉണങ്ങി വരികയാണ്. കാരണം അതിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി. ഇവിടെ യെല്ലോ കളർ വന്ന ഇലകൾക്കൊക്കെ യെല്ലോ കളർ വന്നിട്ടുണ്ട്. അപ്പൊ ഈ പ്ലാന്റ് ഇനിയിപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ചിലപ്പോൾ നശിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ ഞാൻ ചിലപ്പോൾ ഇവിടെ പ്രൂൺ ചെയ്ത് കൊടുക്കും. കിട്ടാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്നുള്ള ലെവലിൽ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കും. മാവുകൾക്ക് എന്തെങ്കിലും മുറികളുണ്ടോ, നമ്മളിപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്ത ബഡ് ചെയ്ത ഭാഗമാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്താണെന്നുണ്ടെങ്കിലും നമ്മൾ പ്രൂൺ ചെയ്ത ഭാഗത്താണെന്നുണ്ടെങ്കിലും കറക്റ്റായിട്ട് നമ്മൾ ഫംഗിസൈഡ് തേച്ച് കൊടുക്കുക. അപ്പോൾ ഫംഗിസൈഡ് ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ബോഡോമിസ് നമുക്ക് വാങ്ങാം, അല്ലെങ്കിൽ സാഫോ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഫംഗിസൈഡ് ആണെന്നുണ്ടെങ്കിൽ ആ രൂപത്തിൽ നമുക്ക് തേച്ച് കൊടുക്കണം കേട്ടോ. കാരണം അത് തേച്ച് കൊടുത്തിട്ട് മാത്രമേ നമ്മൾ ആ കൃഷിയിടത്തു നിന്ന് പുറത്തേക്ക് വരാൻ വേണ്ടി പാടുള്ളൂ. അല്ലാത്ത പക്ഷം അതുമൂലം നമ്മൾ ചെടികൾ നമ്മൾ ആശിച്ച് കൊണ്ടേ വെക്കുന്ന വെച്ചാൽ വലിയ വില കൊടുത്ത് നമ്മൾ വാങ്ങി വെക്കുന്ന തൈകളൊക്കെ ഉണങ്ങിപ്പോവാനും നശിച്ചു പോകാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പൊ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ പ്രൂൺ ചെയ്താൽ മാത്രമല്ല കേട്ടോ, ഇപ്പൊ മാവുകൾക്ക് എന്തെങ്കിലുമൊക്കെ പരുക്കുകൾ പറ്റിക്കഴിഞ്ഞാൽ, ഇത് കണ്ടില്ലേ, ഇതുപോലത്തെ മുറിവുകൾ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അവിടും സാഫ് തേച്ച് കൊടുക്കണം. കാരണം അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാതെ ഇരുന്ന് കഴിഞ്ഞാലും ഇപ്പൊ എന്തെങ്കിലുമൊക്കെ നമ്മൾ വീട്ടിലൊക്കെ നട്ട മാവാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കൊണ്ട് നമ്മളൊക്കെ തട്ടിയിട്ട് തോലും കൊണ്ട് കുരിഞ്ഞു പോകും. അപ്പൊ തോലുരിഞ്ഞു പോയാൽ അവിടെയൊക്കെ നമ്മൾ സാഫോ അല്ലെങ്കിൽ ബോഡോ മിശ്രിതം നമ്മൾ തേച്ച് കൊടുക്കണം. രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ തൈകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ചെറിയ ഗ്രോ ബാഗിൽ തൈകൾ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ചിലപ്പോൾ ക്ലേ പിടിച്ചിട്ടുള്ള മണ്ണുകളായിരിക്കും ഉണ്ടാവുക. കാരണം ഒരു കളിമണ്ണ് പോലത്തെ മണ്ണ്, ഉറച്ചു കിടക്കുന്ന മണ്ണുകൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെ വരുന്ന തൈകൾ ആ മണ്ണ് റിമൂവ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതുപോലത്തെ പോട്ടിലോ ഡ്രമ്മിലൊക്കെ നമ്മൾ മാറ്റി നടാൻ വേണ്ടിയിട്ട്. അതിന് കാരണം എന്താ വെച്ചാൽ, നമ്മൾ ആ മണ്ണിൽ വേരുകൾക്ക് പുറത്തേക്ക് വരാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. അതേ മണ്ണോട് കൂടിയിട്ട് നമ്മൾ പുതിയ ഗ്രോ ബാഗിലേക്ക് നമ്മൾ നട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങളൊന്നും ചെടികൾക്ക് വലിച്ചെടുക്കാൻ വേണ്ടി പറ്റൂല. കാരണം അതിൽ കട്ട പോലെ ഉറച്ചു കിടക്കുകയായിരിക്കും. അപ്പൊ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളമൊക്കെ അതിൽ കെട്ടിക്കിടന്നിട്ട് ഈ വേരുകളൊക്കെ ചെയ്യും. അപ്പൊ വേരുകൾ ചീഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലോ,
നമ്മളെ ചെടികൾ ആദ്യം ഒന്ന് ജസ്റ്റ് ഒരു മാസം വരെ ഇങ്ങനെ ഒരു വളർച്ച ഇല്ലാതെ ഇങ്ങനെ മുരടിച്ച് നിൽക്കും നമ്മളെ ചെടി മാറ്റി നട്ട് കഴിഞ്ഞാൽ. പിന്നീട് ചിലപ്പോൾ ശിഖരങ്ങൾ വരാൻ, ചിലപ്പോൾ ശിഖരങ്ങൾ വരാതിരിക്കുക. പിന്നീട് ഇലകളിലൊക്കെ ഇങ്ങനെ മഞ്ഞളിപ്പ് വരും. മഞ്ഞളിപ്പ് വന്നിട്ട് പിന്നീട് ആ ചെടി ഉണങ്ങി പോകാനാണ് ചാൻസ് കൂടുതൽ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാ വെച്ചാൽ, ഞാൻ ആ മണ്ണ് റിമൂവ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. കാരണം എങ്ങനെയാണ് നമ്മൾ ആ മണ്ണ് റിമൂവ് ചെയ്യേണ്ടതെന്നുള്ളത്. കാരണം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. വേറെ ഒരു കാരണവശാലും പൊട്ടാൻ വേണ്ടിയിട്ട് പാടില്ല. നമ്മൾ കൊറിയർ ഒക്കെ വന്ന പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമുക്ക് വീട്ടിലേക്ക് കൊറിയർ വന്നാന്നുണ്ടെങ്കിൽ അത് നമ്മൾ പൊട്ടിച്ചിട്ട് ആദ്യം നമ്മൾ നല്ല വെയിലത്ത് വെക്കാതെ ഒരു തണലുള്ള സ്ഥലത്ത് നമ്മൾ ഒരു ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച നമ്മൾ ആദ്യം മാറ്റി വെക്കണം. അപ്പൊ ഒരു 2 ആഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച മാറ്റി വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ആ ചെടികൾ മാറ്റി നടാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അപ്പൊ മാറ്റി നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ ക്ലേ പിടിച്ച് കിടക്കുന്നത് വെച്ചാൽ നമ്മളെ കളിമണ്ണ് നമ്മൾ കണ്ടാൽ തന്നെ മനസ്സിലാവും, പാറ പോലെ ഉറച്ച് കിടക്കുന്നുണ്ടാവും. അപ്പൊ കളിമണ്ണ് പോലത്തെ മണ്ണാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഒരു ബക്കറ്റിൽ ആദ്യം വെള്ളം എടുക്കുക. അപ്പൊ ഇത് ഒരു വൈകുന്നേരങ്ങളിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു ബക്കറ്റിൽ ലേശം വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിലേക്ക് ഈ ഗ്രോ ബാഗ് റിമൂവ് ചെയ്തിട്ട് അതിലേക്ക് മുക്കി വെക്കുക. മുക്കി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ചു നേരം മുക്കി വെച്ചിട്ട് കൈ കൊണ്ട് ഇങ്ങനെ വെല്ല വേരുകൾ, കാരണം നൈസായിട്ടുള്ള വേരുകളായിരിക്കും. അപ്പോൾ വേരുകൾ പൊട്ടാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. മണ്ണിങ്ങനെ ഇളക്കിയിട്ട് അതിന്റെ വേര് ഫുള്ളായിട്ട് റിമൂവ് ചെയ്യണമെന്നൊന്നുമില്ല. ഇതിന്റെ വേരുകൾ മാത്രം പുറത്ത് കണ്ടാൽ മാത്രം മതി. ഇനി ഫുള്ളായിട്ട് ശ്രദ്ധിച്ചിട്ടാണ് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് തന്നെ ആ മണ്ണ് റിമൂവ് ചെയ്തിട്ടും നമുക്ക് മാറ്റി നടാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ അങ്ങനെ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ പോട്ടി മിക്സ് റെഡി ആക്കിയിട്ട് അതിലേക്ക് നമ്മൾ മാറ്റി നടാം. അങ്ങനെ മാറ്റി നട്ട് കഴിഞ്ഞാലും ഒരു 2 ആഴ്ചയെങ്കിലും നമ്മൾ നല്ല വെയിൽ തട്ടാത്ത സ്ഥലത്ത് വേണം ഈ പ്ലാന്റ് കൊണ്ടുപോയി വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ പുതിയ ഇട്ട് കൊടുത്ത പോട്ടി മിക്സിലേക്ക് ആ ചെടിന്റെ വേരുകളൊക്കെ പിടിച്ചിട്ട് നമ്മൾ പുതിയ ശിഖരങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ ആ ചെടി മാറ്റി വെക്കേണ്ടത്. വെച്ചാൽ മാവുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് മാറ്റി വെക്കാം. മറ്റ് ഫ്രൂട്ട്സ് പ്ലാന്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് എത്രത്തോളം വെയിൽ വേണം എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള സ്ഥലങ്ങളിലേക്ക് അത് മാറ്റി വെക്കാം. അപ്പൊ ഈ ഒരു കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഒരു കാരണവശാലും ചെടികൾ വന്നു കഴിഞ്ഞപ്പോൾ കൊറിയറൊക്കെ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ മാറ്റി നടരുത്. മാറ്റി നടുമ്പോഴും ഇതുപോലത്തെ മണ്ണാണ് എന്നുണ്ടെങ്കിൽ ആ മണ്ണ് റിമൂവ് ചെയ്തിട്ട് വേണം മാറ്റി നടാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. കാരണം നമ്മൾ വീട്ടിൽ ഫ്രൂട്ട്സ് പ്ലാന്റ് ഒക്കെ വെക്കുമ്പോൾ അധികം ആൾക്കാർക്ക് ഇതിനെ കുറിച്ചിട്ട് കാര്യമായിട്ടുള്ള വലിയ അറിവൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഞാനൊക്കെ സ്റ്റാർട്ടിങ്ങിലും ഇതിനെപ്പറ്റി വലിയ അറിവുകളൊന്നും എനിക്കും ഇല്ലായിരുന്നു. ഇതേപോലെ തന്നെ ആയിരിക്കും എല്ലാവരും എന്നാണ് ഞാനും വിചാരിക്കുന്നത്. കാരണം ഇതിനെപ്പറ്റി നല്ല രീതിയിൽ പഠിച്ചിട്ടൊന്നും അധികം ആൾക്കാർ ഇത് ചെയ്യാൻ നിൽക്കില്ല. നമ്മൾ ആശകൾ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിൽക്കുക. കാരണം എൻ്റെ വീട്ടിലൊരു മാവ് വേണം, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഇന്ന ഫ്രൂട്ട്സ് പ്ലാന്റ് വേണം എന്നൊക്കെയുള്ള ചെറിയ ആശകളുണ്ടാവും. അതനുസരിച്ചിട്ടാണ് വെക്കുക. അപ്പോൾ കുറേയൊക്കെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടും അല്ലെങ്കിൽ അറിയുന്ന ആൾക്കാരോട് ചോദിച്ചിട്ടൊക്കെ ആയിരിക്കും ഈ പ്ലാന്റുകൾ നടുക. അപ്പൊ എല്ലാവരും വിചാരിക്കുന്നത് എന്താ, പ്ലാന്റ് വന്ന ഉടനെ തന്നെ അത് മാറ്റി നട്ടാൽ നമുക്ക് നല്ല വളർച്ച കിട്ടണം, നല്ല രീതിയിൽ കായ്ഫലം കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പൊ അതിനനുസരിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ വളങ്ങളും അങ്ങോട്ട് ഇട്ട് കൊടുക്കും സ്റ്റാർട്ടിങ്ങിൽ. അപ്പൊ അങ്ങനെ ഒരു കാരണവശാലും നമ്മൾ ചെയ്യരുത്. കാരണം ചെടികൾ നമ്മൾ മാറ്റി നടേണ്ട ഒരു രീതി ഞാൻ പറഞ്ഞതല്ല. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ചെടികൾ നമ്മൾ കിട്ടിയാൽ മാറ്റി നടേണ്ടതെന്നുള്ളത്. അപ്പൊ നമ്മൾ മാറ്റി നടേണ്ടത് ഇതിപ്പോ ഇതേപോലെ നമ്മൾ കൊറിയറൊക്കെ വന്നാന്നുണ്ടെങ്കിൽ ഒന്ന് കുറച്ച് മാറ്റി വെക്കുക. മാറ്റി വെച്ച് അത് മൂപ്പരൊന്ന് റിലാക്സ് ആയതിനു ശേഷം മാത്രമാണ് നമ്മൾ പോട്ടി മിക്സ് റെഡി ആക്കിയിട്ട് നമ്മൾ മാറ്റി നടേണ്ടത്. പോട്ടി മിക്സ് റെഡി ആക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അമിതമായിട്ട് വളങ്ങൾ ഇട്ട് കൊടുക്കരുത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ. കാരണം ആ ചെടിക്ക് ആദ്യം വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള നൈട്രജൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള വളങ്ങൾ കുറച്ച് കൂടുതൽ, അതുപോലെ വേര് വളർച്ച കൂടാൻ വേണ്ടിയിട്ട് ഫോസ്ഫറസ് കണ്ടന്റ് അടങ്ങിയിട്ടുള്ള വളങ്ങൾ ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് അമിതമാവാത്ത രൂപത്തിൽ വേണം നമ്മൾ മിക്സ് ചെയ്യാൻ. ഒരു കാരണവശാലും സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ആട്ടിൻകാഷ്ടവും കോഴിക്കാഷ്ടമൊന്നും സ്റ്റാർട്ടിങ്ങിൽ തന്നെ പ്രത്യേകിച്ച് ചൂട് കാലത്ത് നമ്മൾ ഇട്ട് കൊടുക്കരുത്. അതേപോലെ ചിലർ ചെയ്യാറുണ്ട്, എന്നോട് തന്നെ സംശയങ്ങൾ ചോദിച്ചിട്ടുള്ളതാണ്. പോട്ടി മിക്സിൽ ജൈവവളങ്ങൾ കിട്ടാനില്ലാത്തതുകൊണ്ട് രാസവളങ്ങൾ കയറ്റി കൊടുക്കുക, DAP പോലത്തെ വളങ്ങൾ ഇതൊക്കെ. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മളിത് ചെയ്യാൻ പാടില്ല. കാരണം ഇങ്ങനെയൊക്കെ നമ്മൾ അമിതമായിട്ട് കൊടുക്കുന്നതിലൂടെ ചെടികളെ വേരുകൾ ആദ്യം തന്നെ കരിഞ്ഞു പോവുക. കാരണം ഇത് നമ്മളെ ക്ലൈമറ്റിലേക്കും നമ്മളെ മണ്ണിലേക്കും ഇത് വേരുകൾ പിടിച്ചു വരണം. നമ്മളൊരു സ്ഥലത്ത് നിന്ന് മാറ്റി നടാണല്ലോ. അപ്പൊ നമ്മളതിനൊക്കെ മാറ്റി നടുന്ന ടൈമിൽ നമ്മൾ അമിതമായിട്ട് വളങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ ഇതിന്റെ വേരുകൾ കരിഞ്ഞു പോകാനും അതിലൂടെ ചെടികളെ നശിക്കാനും നമ്മൾ എങ്ങനെ മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ, ചെടികൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം കുറച്ച് എങ്ങനെ അനങ്ങാതെ നിൽക്കും, പിന്നീട് അത് ഇലകൾ മഞ്ഞളിച്ച് വരും, അതിലൂടെ ചെടികൾ കരിഞ്ഞു പോകും. അപ്പം വെച്ചിട്ട് നമ്മൾ നൈട്രജൻ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഇപ്പൊ യൂറിയ പെട്ടെന്ന് ചെടികൾ ഉണർത്തെണീക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂറിയ സ്പ്രേ ചെയ്ത് കൊടുക്കും. ചെടികൾക്ക് ഒരു മഞ്ഞളിപ്പ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് യൂറിയ സ്പ്രേ ചെയ്ത് കൊടുക്കും.
പക്ഷെ അങ്ങനെ ഓൾറെഡി വേരുകൾ നശിച്ചു പോയ ചെടികൾക്ക് നമ്മൾ യൂറിയ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുള്ള നൈട്രജൻ കണ്ടന്റ് പെട്ടെന്ന് കിട്ടുന്ന മറ്റെന്ത് വളങ്ങൾ കൊടുത്തിട്ടോ യാതൊരുവിധ കാര്യമില്ല. അപ്പൊ നമ്മൾ പോട്ടി മിക്സ് റെഡിയാക്കേണ്ട ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കി അതിനനുസരിച്ച് പോട്ടി മിക്സ് റെഡിയാക്കുക. അമിത വളങ്ങൾ ഇടാതെ പോട്ടി മിക്സ് റെഡിയാക്കിയിട്ട് നമ്മൾ മാറ്റി നടാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇലകൾ അയച്ച ചെടികൾ നമ്മളെ വീട്ടിൽ എത്തിയത് മുതൽ തന്നെ നമുക്ക് NPK 19 ഒക്കെ ഇലകളിൽ ഒരു 4 ദിവസം കൂടുമ്പോൾ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പൊ ചെടികൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റും. ചെടികൾക്ക് ഇനി എന്തെങ്കിലും ക്ഷീണമുണ്ട് അല്ലെങ്കിൽ പോഷകക്കുറവുണ്ട് എന്നുണ്ടെങ്കിലൊക്കെ ചെടികൾക്ക് അത് മാറ്റാൻ ഇത് ധാരാളമാണ്. അപ്പൊ നമ്മൾ മാറ്റി നട്ട് കഴിഞ്ഞാലും ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. പിന്നീട് ഒരു മാസം ഒരു 2 മാസം കഴിഞ്ഞതിന് ശേഷം നമ്മളെ മണ്ണിലൊക്കെ പിടിച്ചതിന് ശേഷം മാത്രം നമ്മൾ നല്ല രീതിയിലുള്ള അടിവളങ്ങൾ നമ്മൾ ഇട്ട് കൊടുത്താൽ വേണ്ടി മാത്രം മതി കേട്ടോ. അതേപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ പോട്ടി മിക്സ് റെഡിയാക്കുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ റെഡിയാക്കുമ്പോൾ കുമ്മായ ഇട്ടിട്ട് മാത്രം നമ്മൾ മണ്ണ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. കുമ്മായ ഇട്ട് മണ്ണ് ട്രീറ്റ് ചെയ്തിട്ട് ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് അടിവളങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ ചെടികൾ മാറ്റി നടുക. പിന്നീട് നമ്മൾ കൊടുക്കുന്ന ടൈമിലൊക്കെ കുമ്മായം തന്നെ ഇടണം എന്നൊന്നുമില്ല. നമുക്ക് ഡോളോമേറ്റോ അല്ലെങ്കിൽ പച്ചക്കക്ക പൊടി ഇട്ടിട്ട് വളങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ വേണ്ടി മാത്രം മതി കേട്ടോ. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക്